ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാജ്യസഭാ സമ്മേളനം വ്യാഴാഴ്ച ആരംഭിക്കും. OR കേളു മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് വൈകിട്ട് രാജ്ഭവനിൽ. മ്യാൻമർ തായ്ലന്റ് വ്യാജ റിക്രൂട്ട്മെന്റ് റാക്കറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ISROയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണ ലാൻഡിംഗ് വിജയം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാന് 21 റൺസ് വിജയം. ഇംഗ്ലണ്ട് USA മത്സരം രാത്രി 8-ന്. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രോടെം സ്പീക്കർ ഭർതൃഹരി മഹ്താബ് സഭാംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തിരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. വ്യാഴാഴ്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. രാജ്യസഭാ സമ്മേളനവും വ്യാഴാഴ്ചയാണ് ആരംഭിക്കുക. അടുത്ത മാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. പരീക്ഷകളുടെ സുതാര്യത സംബന്ധിച്ച് ഉയർന്നുവരുന്ന ആരോപണങ്ങൾ കണക്കിലെടുത്താണ് ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. നീറ്റ് PG പ്രവേശന പരീക്ഷാ പ്രക്രിയകൾ സമഗ്രമായി വിലയിരുത്താൻ തീരുമാനിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം 2024ലെ നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുകൾ സമഗ്രമായി അന്വേഷിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയം CBIയെ നിയോഗിച്ചു. പുനരുപയോഗ വിക്ഷേപണ വാഹനം വിജയകരമായി പരീക്ഷിച്ച് ISRO. ഇന്ന് നടന്ന 3ാമത്തെ RLV പരീക്ഷണ ലാൻഡിംഗ് വിജയമായതായും വാഹനം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ കൃത്യമായി ലാൻഡ് ചെയ്യാനുള്ള ശേഷി തെളിയിച്ചതായും ISRO വ്യക്തമാക്കി. രാവിലെ 7:10 കർണാടകയിലെ ചിത്രദുർഗ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. ഇന്ത്യൻ വ്യോമസേന ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് വിട്ട പുഷ്പക് വിക്ഷേപണ വാഹനം കൃത്യതയോടെ റൺവേയിൽ ഇറങ്ങുകയായിരുന്നു. പരീക്ഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ISRO ചെയർമാൻ S. സോമനാഥ് അഭിനന്ദിച്ചു. കേരള മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി മാനന്തവാടി MLA OR കേളു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. മുൻ മന്ത്രി K. രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ രാജി സമർപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ആലപ്പുഴ ജില്ലയിലെ വടക്കൻ മേഖലയിലെ പക്ഷിപ്പനി തെക്ക് കിഴക്കൻ മേഖലകളിലേക്കും പടരുകയാണ്. സർക്കാർ ഹാച്ചറിയിലെ കോഴികൾക്കും രോഗം സ്ഥിരീകരിച്ചത് വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ജില്ലയിൽ 6 കേന്ദ്രങ്ങളിൽ കൂടി പുതുതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 4 കേന്ദ്രങ്ങളിലും മാരാരിക്കുളം തെക്ക്, തണ്ണീർമുക്കം, ചേർത്തല നഗരസഭ എന്നിവിടങ്ങളിൽ ഓരോ കേന്ദ്രങ്ങളിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചു. ഇവിടെ 600 കോഴികൾ ചത്തു. കൂടുതൽ സ്ഥലങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ മൃഗസംരക്ഷണ വകുപ്പിലും കടുത്ത പ്രതിസന്ധിയായി. ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനത്തിന് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഇറച്ചിക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് കോഴികളാണ് ദിവസവും ചത്തുവീഴുന്നത്. ഇവയെ മറവ് ചെയ്യുന്നത് കർഷകർക്ക് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. മ്യാൻമർ തായ്ലന്റ് അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ഇന്ത്യക്കാരെ ലക്ഷ്യം വച്ചുള്ള വ്യാജ റിക്രൂട്ട്മെന്റ് റാക്കറ്റിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മ്യാൻമർ തായ്ലന്റ് അതിർത്തിയിലെ മ്യാവടി മേഖലയിൽ സജീവമായ അന്താരാഷ്ട്ര കുറ്റകൃത്യ സംഘങ്ങൾ വ്യാജ ജോലി വാഗ്ദാനങ്ങൾ നൽകി ഇന്ത്യൻ പൌരന്മാരെ ഇരകളാക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ മറ്റ് സ്ഥിരീകരിക്കാത്ത ഉറവിടങ്ങളിലൂടെയോ പ്രചരിക്കുന്ന തൊഴിൽ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്നും ഏതന്വേഷണത്തിനും യാങ്കൂണിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. 1894 ജൂൺ 23-ന് പാരീസിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജൂൺ 23 ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത്. ഐക്യവും സമാധാനവും വളർത്തുന്നതിൽ കായിക മേഖലയുടെ കഴിവിനെ ആഘോഷിക്കാൻ ഒളിമ്പിക് ദിന സന്ദേശത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആഹ്വാനം ചെയ്തു. ഈ വർഷം നടക്കാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവർക്ക് ആശംസകളും അദ്ദേഹം നേർന്നു.
അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്നും ആരംഭിച്ച റൺ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ, കായിക പ്രതിഭകൾ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് കേണിച്ചിറ എടക്കാട് പ്രദേശത്ത് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവ 3 പശുക്കളെ കൊന്നു. ഇതോടെ 3 ദിവസത്തിനിടെ കടുവ ആക്രമണത്തിൽ ചത്ത പശുക്കളുടെ എണ്ണം 4 ആയി. കടുവയെ മയക്കുവെടിവെച്ച് പിടിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ കേണിച്ചിറയിൽ റോഡ് ഉപരോധം നടത്തി. കേണിച്ചിറയിലും പരിസര പ്രദേശങ്ങളിലും പശുക്കളെ കൊല്ലുകയും ഭീതി പരത്തുകയും ചെയ്യുന്ന കടുവയെ പിടികൂടുന്നതിന് വനം വകുപ്പിന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയതായി വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു. കൂടുവച്ച് പിടികൂടാനായില്ലെങ്കിൽ മയക്കുവെടിവെച്ച് പിടികൂടും. ഇതിനുള്ള നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി ഉടൻ അനുമതി നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘം സ്ഥലത്തെത്തും. സൌത്ത് ഡിഎഫ്ഒ, എഡിഎം എന്നിവർ ഉടൻ സ്ഥലത്തെത്തും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. ആന്ത്രോത്ത് ദ്വീപിൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് മത്സ്യബന്ധന ബോട്ട് കരയ്ക്കടിഞ്ഞു. മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാന് 21 റൺസ് വിജയം. ഇന്ന് കിങ്സ്റ്റണിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 127 റൺസിന് പുറത്തായി. ഗ്രൂപ്പ് 2-ൽ ഇന്ന് രാത്രി 8-ന് നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് USA നേരിടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. രാജ്യത്ത് പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1-ന് പ്രാബല്യത്തിൽ വരികയാണ്. ഇതേക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച ഇന്ന് രാത്രി 8:15-ന് പ്രക്ഷേപണം ചെയ്യും. കാസർഗോഡ് ജില്ലയിലെ ജൽശക്തി അഭിയാൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഈ മാസം 26, 27, 28 തീയതികളിൽ സന്ദർശനം നടത്തും. ജൽശക്തി അഭിയാന്റെ ഭാഗമായി പൂർത്തീകരിച്ചതും നടന്നുവരുന്നതുമായ പദ്ധതികൾ ഇതോടൊപ്പം അവലോകനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന ജലശക്തി അഭിയാൻ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ കലക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. ജലശക്തി അഭിയാൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭൂജല ഓഫീസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തോടുകളുടെ നവീകരണം, വനവൽക്കരണം, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ, ജലാശയങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ, പുഴകളിലെയും തോടുകളിലെയും ചെളിമണ്ണുകൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം യോഗം വിലയിരുത്തി. മഴവെള്ള സംഭരണത്തിനായി ജലശക്തി അഭിയാന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ബ്രഹ്മാണ ഡാം നിർമ്മാണം, ചിത്താരി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം, മാനൂരി ചാൽ നവീകരണം, കൽമാടി തോട് നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കേന്ദ്ര സംഘത്തെ ധരിപ്പിക്കും. എറണാകുളം മാടവനയിൽ ട്രാഫിക് സിഗ്നലിലിടിച്ച സ്വകാര്യ ബസ് മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന ബസ് ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി തിരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് തളി ജൂബിലി ഹാളിൽ മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ചടങ്ങിൽ കോർപ്പറേഷൻ വജ്ര ജൂബിലി പുരസ്കാരം എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് മന്ത്രി സമ്മാനിക്കും. സാഹിത്യ നഗരത്തിന്റെ ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. സാഹിത്യ നഗര കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്ത പ്രതിരോധം ഊർജിതമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നും DMO പറഞ്ഞു. നെൽവയലുകളുടെ സംരക്ഷണം ഗൌരവത്തോടെ കാണുന്ന കാര്യമാണെന്നും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്നും കൃഷിമന്ത്രി P പ്രസാദ് കായംകുളത്ത് ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാജ്യസഭാ സമ്മേളനം വ്യാഴാഴ്ച ആരംഭിക്കും. OR കേളു മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് വൈകിട്ട് രാജ്ഭവനിൽ. മ്യാൻമർ, തായ്ലൻഡ് വ്യാജ റിക്രൂട്ട്മെന്റ് റാക്കറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ISROയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണ ലാൻഡിംഗ് വിജയം.
സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാന് 21 റൺസ് വിജയം. ഇംഗ്ലണ്ട് USA മത്സരം രാത്രി 8-ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.